ഇത് പരിശുദ്ധ സ്വലാത്തിന്റെ മജ്‌ലിസാണ്. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങൾ ദുനിയാവിലില്ല, ആഖിറത്തിലില്ല. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ. നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ക്യാൻസർ അടക്കം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, 2 കിഡ്നിയും ഫൈൽഡായിട്ട് ഡയാലിസിസ് പോലും നടക്കൂല എന്ന് പറഞ്ഞ് ശരീരം മൊത്തം നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് ആ നിലക്ക് നീ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? 10ഉം 12ഉം വയസ്സ് വരെ അതാ ജന്മനാ സംസാരിച്ചിട്ടില്ല, ജന്മനാ കേൾവി ഉണ്ടായിട്ടില്ല, ജന്മനാ നടന്നിട്ടില്ല, മയ്യത്ത് പോലെ കൊണ്ടുവന്ന ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ അതാ സുഖപ്പെടുകയാണ്, സംസാരിക്കുകയാണ്, അത് രോഗം സുഖപ്പെടുകയാണ്, പ്രശ്നത്തിന് പരിഹാരമാണ്, കാര്യങ്ങൾ എളുപ്പമാകുകയാണ്, കാര്യങ്ങൾ പൂർത്തിയാവുകയാണ്. എന്താണ് കാരണം? തങ്ങളുടെ അറിയിപ്പാണ്. ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ. നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, മുഴുവനും തീർന്നു കിട്ടാൻ നിനക്ക് സ്വലാത്ത് മതിയല്ലോ. അതുകൊണ്ട് ആവുന്നത്ര സ്വലാത്ത് ചൊല്ലിയിട്ട് തങ്ങളെ കൽബിൽ നിറക്കൂ, തങ്ങളെ ഇഷ്കിലായിട്ട് ജീവിക്കൂ. ആ ഇഷ്കും ഹബ്ബുമാണ് ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പത്ത്, ദുനിയാവിൽ ഏറ്റവും വലിയ ഇബാദത്ത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അയിമ്മത്ത് മുഴുവനും പഠിപ്പിച്ചതാണ്. സ്വഹാബത്ത് മുഴുവനും വലിയ ഇഷ്കിലും ഹബ്ബിലുമായതുകൊണ്ട് ദറജ കിട്ടിയ മഹാന്മാരാണ്. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഹബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിലാഹു ബിഹി യുബല്ലിഉൽ അമൽ. അമലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമല് അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. നിനക്ക് ഏത് ആവശ്യങ്ങളുണ്ടോ മുഴുവൻ ആവശ്യങ്ങളും അല്ലാഹ് എളുപ്പമാക്കാനുള്ള വലിയ കാരണം തങ്ങളെ സ്നേഹമാണ്, തങ്ങളെ മദ്ഹാണ്. ആ സ്നേഹം നിലനിൽക്കാനും അവിടത്തെ മദ്ഹ് ചെയ്യാനും പറ്റിയ ഏറ്റവും വലിയ വചനങ്ങളാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കൂ. ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. സ്വലാത്ത് ആര് വർദ്ധിപ്പിക്കുന്നു, സ്വലാത്ത് ആര് പെരുപ്പിക്കുന്നു, അവരെ തങ്ങൾക്ക് നന്നായിട്ടറിയാം, അവരെ തങ്ങൾക്ക് നന്നായിട്ട് പരിചയം.